ഹലോ ഗായ്സ്, നമ്മുടെ GTA മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ നാളായി എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പ്ലാൻ ചെയ്തിട്ട്. നമ്മൾ എവിടെയെങ്കിലും കറങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോഴായിരിക്കും ഓരോരോ തടസ്സങ്ങൾ വരാട്ടോ. അപ്പോൾ നമ്മളിന്ന് രണ്ടും കൽപ്പിച്ച് നമ്മളിന്ന് ശ്രീലങ്കയ്ക്ക് പോവാണ്. ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ പോയി നമ്മുടെ ബോട്ടിലാണ് പോണേ കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലെയിനിലല്ല പോണേ, ബോട്ടിലാണ് പോണേ. അപ്പോൾ നമ്മുടെ ലോസ് ആൻഡോസിൻ്റെ അടുത്ത് പുതിയൊരു ഷിപ്പിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നമ്മുടെ ബോട്ടിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ട. അപ്പോൾ അതിന് മുമ്പേ നമ്മളിത് ഷിൻചാനും ജോപ്പിനും കൂടിയാണ് നമ്മൾ പോണേ. അപ്പോൾ അത്യാവശ്യം ബാഗ് ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ടൂർ പോകാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ATM പോകണ്ട. നമുക്ക് കുറച്ച് പൈസ എടുക്കണമല്ലോ. നമ്മളെന്തായാലും കയ്യിൽ കുറച്ച് പൈസ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴാണ് ഗൂഗിൾ പേ ഒക്കെ ചതിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും നമുക്ക് ATM കയറിയിട്ട് കുറച്ച് പൈസ എടുക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ ഷിൻചാനും ചോപ്പിനും കൂടി പോകണം. അപ്പോൾ നമ്മുടെ ലെസ്റ്ററും മൈക്കിളും ഡ്രൈവറൊക്കെ നല്ല ബിസിയുള്ള ആൾക്കാരാട്ടോ. അവരൊക്കെ വിളിച്ചപ്പോൾ അവരില്ല, ഞങ്ങൾക്ക് വേറെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മളുള്ളവർ വെച്ച് പോകാനുള്ള കാര്യത്തിലാണ് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മുടെ മൈക്കിളും ലെസ്റ്ററും ഡ്രൈവറും എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരും കൂടി പോകാനുള്ള പ്ലാനാണ് ഈ അടുത്തത്. നമുക്കിപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോകണം മൈൻഡ് കേട്ടോ, ഒറ്റ മൈൻഡുകാരാട്ടോ നമ്മൾ. അതുകൊണ്ടാണ് നമ്മളിത് ഉള്ളവർ വെച്ച് പോകാൻ തീരുമാനിച്ചത്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടിക്കറ്റ് എത്രയാവുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ശ്രീലങ്കയ്ക്കാണ് പോകണം കേട്ടോ. നമ്മുടെ ലോസ് ആൻഡോസ് നമ്മൾ നേരെ ശ്രീലങ്കയ്ക്കാണ് പോണേ. എന്നിട്ട് അവിടെ നിന്നുള്ള എക്സ്പ്ലോറിങ് മിക്കവാറും നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് ഷിപ്പിന് തന്നെ പോയി വരും കേട്ടോ. നമുക്ക് പിന്നെ കുറേ നാളായി നമുക്ക് ഷിപ്പിംഗ് യാത്ര നടത്തിയിട്ട് കുറച്ച് നാളായി ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ നാളായി ഷിപ്പിലൊക്കെ പോയി. നമ്മൾ പിന്നെയും പോകുന്നത് നമ്മുടെ ജെറ്റും കാറിലൊക്കെയാണ്, പ്ലെയിനിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും നമ്മുടെ ബോട്ടിലാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നല്ല ക്രൂസ് ഷിപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ ലാഭമായിരുന്നു. അപ്പോൾ പ്രശ്നമെന്ന് വെച്ചാൽ എന്തായാലും നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അറിയില്ല, പോയി തിരിച്ചു വരാനും പറ്റുമോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്കുള്ളത് ഓണം പോലെ എന്നുള്ള സ്കീമിൽ പോവാം. അപ്പോൾ നമ്മുടെ കാർ എങ്ങനെയുണ്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടോളൂ. അപ്പോൾ അത്യാവശ്യം നല്ല മോഡിഫൈഡ് ആയിട്ടുള്ള വെഹിക്കിളാണ് കേട്ടോ നമ്മുടെ ഈ വണ്ടി. അപ്പോൾ നമ്മൾ കിളിപ്പച്ച തന്നെയാണ് കൊടുത്തന്നെ കേട്ടോ. എല്ലാ പ്രാവശ്യം നമ്മൾ ഓരോ വെറൈറ്റി കളറുകളാണ് നമ്മൾ ഉദ്ദേശിക്കാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ കളർ എങ്ങനെയുണ്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ATM തപ്പിയിട്ടുള്ള യാത്രയിലാണ് ഗൈസ് നമ്മളപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ATM കാണുകയാണെങ്കിൽ പറഞ്ഞോളൂ. നമ്മൾ കുറച്ച് നേരെ നമ്മുടെ ATM തപ്പി പോണേ. അപ്പോൾ ഇവിടെ അടുത്തൊന്നും ATM കാണാനില്ലല്ലോ, ATM എവിടെ പോയി? അപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് നമ്മളിത് ATM തപ്പി പോകണം. ആവശ്യമുള്ള സമയത്ത് ഒറ്റ ATM കാണില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ കുറേ നേരമായി നമ്മുടെ ATM തപ്പി പോണേ. അപ്പോൾ നമ്മുടെ ലോസ് ആൻഡേഴ്സിൽ അത്യാവശ്യം ആൾക്കാരികളിലേക്ക്, എന്നാലും വണ്ടികൾ കുറവാണ് കേട്ടോ. അത് പിന്നെ ഈ കാലത്തായ കാരണം തോന്നുന്നുണ്ട് അത്യാവശ്യം ആൾക്കാർ കുറവാണെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ATM തപ്പി തന്നെ പോകാം. കുറച്ച് നേരമായി നമ്മൾ ATM തപ്പി പോണേ. തപ്പി ഇപ്പോൾ എന്തായി. അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിൻ്റെ ടൈമും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോകണം, നമുക്ക് വേഗം കണ്ടുപിടിക്കണം. ഒക്കെ കഴിച്ച് നമുക്ക് അവിടെ ഒരു ATM കൗണ്ടർ കണ്ടു കേട്ടോ. അതേ ആ ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു ATM കൗണ്ടർ കണ്ടു. അപ്പോൾ അതേ ഭാഗ്യമായി. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി അങ്ങോട്ട് തിരിച്ചിട്ട് നമ്മുടെ ATMൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ കുറേ നേരമായി നമ്മൾ ATM തപ്പി പോകണേ. ഇന്നാണെങ്കിൽ ബാങ്ക് അവധിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്, അത് കാരണമാണ് ഇന്ന് ബാങ്ക് അവധിയായിട്ടിരിക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ATM എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിൻചാൻ വരുന്നുണ്ട്. ഷിൻചാൻ ചിലപ്പോൾ നമ്മുടെ പണി തരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ്, നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ പിന്ന് കണ്ടുപിടിച്ച ആൾ ചിലപ്പോൾ അടിച്ചു മാറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഷിൻചാൻ കാണാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും നമ്മൾ പൈസ വിഡ്രോ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പണി കിട്ടുന്ന വഴി അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഷിൻചാൻ നമ്മുടെ അടുത്തേക്ക് വരുമല്ലോ. ഓക്കെ, ഇത് നമ്മുടെ ഷിൻചാൻ അടുത്ത് തന്നെ നമുക്ക് എന്തായാലും വേഗം പോയി അടിക്കാം. 4543. ഓക്കെ ഗൈസ്, നമ്മളങ്ങനത്തെ പൈസ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിൻചാൻ ഭാഗ്യത്തിന് കേട്ടില്ല കേട്ടോ. അവൻ 4 മാത്രം കേട്ടോളം തോന്നുന്നുണ്ട്. എന്തായാലും രക്ഷപ്പെട്ടു. കാരണം നമ്മുടെ ഷിൻചാൻ ഈ ചിലവ് ഇത്തിരി കൂടുതലാണ്. നമ്മളാണെങ്കിൽ കഷ്ടപ്പെട്ട് സ്വരൂപിച്ച് വെക്കുമ്പോൾ ഇവനും ചോപ്പും കൂടി ദൂർത്തടിയാണ് കൂടുതൽ. നമ്മളെക്കാളും ദൂർത്തടി അടിക്കുന്ന ടീമുകളായിട്ട് ഇവര്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ പിന്നെ അറിയാത്ത രീതിയിൽ നിൽക്കണേ. അപ്പോൾ നമ്മൾ അത്യാവശ്യം പൈസ 50,000 ഉണ്ടായിരുന്നു നമ്മുടെ ബാങ്കിൽ കേട്ടോ. നമ്മൾ മൊത്തം എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. 50,000 രൂപ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് അറിയില്ലല്ലോ. ബാക്കി വരും നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഒന്നുകിൽ ബാങ്കിൽ പോയിട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇതിൽ പൈസയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ 3 പേർ കൂടി ഈ പൈസയിൽ ക്രൂസ് ഷിപ്പിൽ പോയി വരാമെന്ന് തോന്നുന്നുണ്ട്. ലോസ് ആൻഡോസിലെ ചിലവുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ 50,000 പോയി വരുമോയെന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും പോയി തന്നെ നോക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ലോസ് ആൻഡോസിൻ്റെ ബീച്ചിൻ്റെ അടുത്താണ് ഇവരുടെ ഓഫീസ് വരണേ. അപ്പോൾ ഇവർ പുതിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനി പോലെ തുടങ്ങിയ ഓഫീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം നമ്മുടെ ലോസ് ആൻഡോസിൻ്റെ ബീച്ചിൻ്റെ അവിടെ പോവാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് ഗൈസ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ലോസ് ആൻഡോസിൻ്റെ ബീച്ചിൻ്റെ സൈഡ് കേട്ടോ. നമുക്ക് എന്തായാലും ഈ വഴി കൂടെ വണ്ടി കയറുമെന്നൊരു സംശയമാണ്. ഇല്ല ഗൈസ്, കയറുമെന്ന് തോന്നണില്ല. കയറത്തില്ല. നമുക്ക് എന്തായാലും വേറെ വഴി കൂടെ പോട്ടെ. വേറെ വഴിയുണ്ട്, എന്നാലും കുറച്ച് എളുപ്പം ഈ വഴിയായിരുന്നു. അപ്പോൾ നമുക്ക് അപ്പുറത്തെ വഴി കൂടെ പോവാട്ടോ. അപ്പോൾ ഇവർ ഓഫീസും കാര്യങ്ങളൊന്നും എവിടെയൊന്നും അറിയില്ല. ഈ നമ്മുടെ ബ്രിഡ്ജിൻ്റെ അറ്റത്തായിട്ടാണെന്ന് പറഞ്ഞത്, ആ വഴിയിൽ തന്നെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും പോണ വഴിയിൽ കാണാമെന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇവർ ഓഫീസിന് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോണ വഴിയിൽ കാണാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തൊന്നും കാണാനില്ലല്ലോ. ഇവരുടെ ലൊക്കേഷൻ കാര്യങ്ങൾ കൊടുക്കാത്ത കാരണമാണ് കേട്ടോ നമുക്ക് അറിയാൻ പറ്റാത്ത. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോവാം. ഇവിടെ എവിടെയും കാണാനില്ലല്ലോ. നമുക്ക് എന്തായാലും ടൈമും കാര്യങ്ങളൊക്കെ അറിയണം കേട്ടോ, എന്നാലേ കാര്യമുള്ളൂ. നമ്മളിത് ഇത്ര വലിയ വണ്ടി നമ്മളിത് ഇതിൻ്റെ ഇടക്കോടായിട്ട് എടുക്കണേ. അത് നമ്മുടെ ഫ്രാങ്ക്ലി മച്ചാൻ്റെ സ്കിൽഫുൾ ഡ്രൈവിംഗ് ആണ് കേട്ടോ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ അവരുടെ സ്റ്റാർട്ടപ്പ് കമ്പനി പറയണേ. അപ്പോൾ ഷിപ്പിങ്ങിൻ്റെ ക്രൂസ് ഷിപ്പാണ് പറയണേടാ. അപ്പോൾ നമ്മുടെ കയ്യിൽ ചോദിക്കണ്ട എത്ര പൈസയുണ്ട്, എത്ര പേരുണ്ട്, എത്ര എമൗണ്ടിൻ്റെ പാക്കേജാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവർ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവർ അത്യാവശ്യം റേറ്റ് തന്നെയാണ് പറയണേ കേട്ടോ. ഒരാൾക്ക് 1 ലക്ഷം രൂപയാണ് പറയണത് കേട്ടോ നമ്മുടെ ക്രൂസ് ഷിപ്പിൽ. അപ്പോൾ കുറവിനുള്ളത് ചെയ്യാം. അപ്പോൾ ഒരു ഡിസ്കൗണ്ട് അടിച്ചിട്ട് 50,000 രൂപയ്ക്ക് തന്നെ അവരൊരു പാക്കേജ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ക്രൂസ് ഷിപ്പല്ല, അത്യാവശ്യം ഒരു ലോക്കൽ ബോട്ടാന്ന് പറഞ്ഞേട്ടാ. അപ്പോൾ നമ്മുടെ ഷിൻചാൻ പറഞ്ഞു ഇനി പോകണ്ട, നമുക്ക് ഉള്ളത് ഓണം പോലെ ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത്യാവശ്യം പൈസയാണ് പറയണേട്ടാ. അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മളിതൊക്കെ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളെന്തായാലും ഇവരുടെ അടുത്ത് ഓക്കെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് പൈസ എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. അത്യാവശ്യം എമൗണ്ടാണ് പറഞ്ഞത്. എന്നാലും ക്രൂസ് ഷിപ്പിന് 1 ലക്ഷം രൂപ വരും ഒരാൾക്ക്. അറിയത്തില്ല കേട്ടോ, നമ്മൾ ഇന്ന് വരെ ക്രൂസ് ഷിപ്പിൽ പോയ കാരണം പോകാത്ത കാരണം അറിയില്ല. നമുക്ക് എന്തായാലും പൈസ ഇട്ട് കൊടുക്കട്ടെ ഇവർക്ക്, എന്തായാലും ടേബിളിൽ ഇട്ട് കൊടുക്കാം 50,000 രൂപ. എൻ്റെ പൊന്ന് ഗൈസ്, എന്ത് ചെയ്യാനാ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ 50,000 രൂപ നമ്മളങ്ങനെ ടേബിളിൽ എണ്ണി ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ 10ൻ്റെ കാര്യം നമ്മൾ ചിലവാക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മുടെ ATM ബാങ്ക് കൗണ്ടറിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അത്യാവശ്യം പൈസ നമ്മളത് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയണത് നാളെയാണ് വരിക. അപ്പോൾ അത്യാവശ്യം ടൈം എടുക്കുമെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് പെട്ടുപോയല്ലോ, നമ്മുടെ വീടാണെങ്കിൽ അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ നാളെ കാലത്ത് എത്തുമെന്നാണ് പറയണത്. കാലത്തെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ. അപ്പോൾ നമുക്ക് പോയി വരൽ ചടങ്ങാണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിലും ഇവിടെ സ്റ്റേ അടിക്കണം കേട്ടോ. അപ്പോൾ ഈ സ്റ്റേ അടിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല കേട്ടോ. 50,000 അങ്ങനെ തന്നെ എടുത്ത് കൊടുക്കുകയും ചെയ്തു. നമ്മുടെ വണ്ടിയിലാണെങ്കിൽ പോയി വരാനുള്ള ഡീസലില്ല. അപ്പോൾ മിക്കവാറും നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ സ്റ്റേ അടിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അല്ലാണ്ട് വേറെ രക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ആ ബീച്ചിൻ്റെ സൈഡിൽ പോയി നിൽക്കാം. നമ്മുടെ ബീച്ചിൻ്റെ അവിടെ തന്നെയാണ് നമ്മുടെ വണ്ടി നമ്മുടെ ഷിപ്പ് വരാനുള്ള ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ നാളെയാണ് നമ്മുടെ ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ